കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ അടുത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ക്രിസ്തുമതത്തിലെ അനാചാരങ്ങൾ എന്നുള്ളതായിരുന്നു ആ ഒരു തലക്കെട്ടിൽ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്തത്. ഇന്നും അതേ തലക്കെട്ടിൽ തന്നെ ക്രിസ്തുമതത്തിലെ അനാചാരങ്ങൾ എന്നുള്ള അതേ തലക്കെട്ടിൽ തന്നെ അടുത്ത വീഡിയോയും ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ്, കാരണം നമ്മൾ ക്രൈസ്തവർ എന്ന് അഭിമാനിക്കുന്നവർ തീർച്ചയായും അവരെന്തുമാത്രം ക്രിസ്തുവിൻ്റെ വാക്കുകളെ, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ ഉൾക്കൊള്ളുന്നു. അതേസമയം അതിന് പകരമായി അവയെല്ലാം ദൂരത്ത് എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ഈ ലോകത്തിൻ്റെ ആചാരങ്ങൾക്കും ഉപദേശങ്ങൾക്കും പിന്നാലെ പോയി അവർ ക്രൈസ്തവർ എന്ന നാമധേയം സ്വീകരിക്കുന്നത് എത്രയോ ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് എന്താണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് അരുളി ചെയ്യുന്നത്, നാം അതാണ് ശ്രദ്ധിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായും ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയാകുവാൻ, അവൻ്റെ മക്കളായി തീരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം വീണ്ടും അത് തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ആമുഖമായി മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുവാൻ ആഗ്രഹിക്കുക. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധിയായിരിക്കുന്ന സുവിശേഷ ഘോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അനേകരും സോഷ്യൽ മീഡിയയെ ഇപ്രകാരം ദൈവത്തിൻ്റെ നാമം ഘോഷിക്കാൻ എന്നുള്ള ആ ഒരു വ്യാജേന സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തെ വെച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് പലരും ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോ കേട്ട ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ മതങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആമുഖമായി നിങ്ങളൊരു കാര്യം ഞാൻ പറയുക. ഞാനിപ്പോൾ ഏതാണ്ട് 47 വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ച്. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയോ സമ്പത്തുകൾ നേടുവാൻ വേണ്ടിയോ അതിന് ഉപയോഗിക്കണം, അതിന് നിങ്ങൾക്ക് വഴിയൊരുക്കി തരുന്നതാണ്, ഞാൻ അതിൻ്റെ ഒരു ഉപജ്ഞാതാവാണ്, അല്ലെങ്കിൽ അതിനുള്ള മാർഗം ഒരുക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഏതെങ്കിലും ഒരു വീഡിയോയിൽ എങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉപദേശം കാണാൻ സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വേദപഠനം എന്നുള്ള ആ പ്രസ്ഥാനം ഞാൻ ഉപേക്ഷിക്കും. എനിക്കിവിടെ ഒരു സഭകളും സ്ഥാപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും, എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും നിന്നും ഒരു നയാ പൈസയുടെ വരുമാനം, സാമ്പത്തികമായ നേട്ടം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും അത് ഞാൻ നിങ്ങളോട് വളരെ സത്യസന്ധമായി ദൈവവചനത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കാരണം ഇപ്രകാരം ചൂഷണം ചെയ്യുന്ന അനേകരുണ്ട്. അതുകൊണ്ട് ആ സത്യദൈവത്തെ ജനങ്ങൾ കണ്ടെത്തുക. ഈ സഭകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വന്നുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥമായും ആ ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് വേണ്ടി ജീവിക്കുവാൻ. ഇവിടെ ഒരു സഭകളും അല്ല നമ്മെ ജീവനിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും സഭയുടെ അംഗമായി എന്നതുകൊണ്ട് നമുക്കൊരിക്കലും ആ നിത്യജീവന്റെ അവകാശികളാകാൻ സാധിക്കുകയില്ല എന്നുള്ള വലിയ സത്യം, നിങ്ങൾ അറിയുന്ന സത്യം, ഒരു സഭയുടെയും കൂട്ടായ്മയില്ലാതെ തന്നെ വ്യക്തിപരമായി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവവുമായി ഉള്ള നിങ്ങൾക്കൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടുകൊണ്ട് മരണപര്യന്തം ആ ദൈവവുമായുള്ള വിശ്വസ്തതയിൽ, ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പലരും, അതുകൊണ്ട് ഇതൊരു കാര്യം ഞാൻ ആമുഖമായി പറഞ്ഞതാണ്. അപ്പൊ ഇന്ന് പലരും അവർ പറയുന്നു, തങ്ങൾ നിൽക്കുന്ന സമൂഹങ്ങളിൽ, സമുദായത്തിൽ അവരങ്ങേറ്റം ഊറ്റം കൊള്ളുന്നവരാ. ഞാൻ ഇന്ന ഇടവകക്കാരനാണ്, ഞാൻ എൻ്റെ ഇടവകയിൽ ഇത്ര കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളുടെ അംഗബലം അത് പറഞ്ഞ് അഭിമാനിക്കുന്നവരാ. ഞാൻ റോമൻ കത്തോലിക്കനാണ്, ഞാൻ ഓർത്തഡോക്സ് ആണ്, ഞാൻ യാക്കോബയാണ്, ഞാൻ മർത്തോമയാണ്, ഞാൻ ബ്രദറനാണ്, ഞാൻ IPC ആണ്, ഞാൻ TPM ആണ്, ഞാൻ AG ആണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് തങ്ങൾ നിൽക്കുന്ന സഭയിൽ
സഭകളുടെ പേരിൽ അഭിമാനം കൊള്ളുന്നവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഒരു സഭകളും ദൈവത്തിന്റെ വചനം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അവിടെ ബൈബിൾ സെമിനാരികളിലോ അല്ലെങ്കിൽ ബൈബിൾ കോളേജുകളിലോ പഠിച്ച് ഇറങ്ങുന്ന പാസ്റ്റർമാരായിക്കൊള്ളട്ടെ, പുരോഹിതന്മാരായിക്കൊള്ളട്ടെ, അവർ അവരുടേതായ ആ സമൂഹത്തിന്റെ കണ്ടെത്തലുകൾ, ആചാരങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാൻ, നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാൻ മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. ഒരിക്കലും ദൈവത്തിന്റെ വചനം എന്ത് നിങ്ങളോട് പറയുന്നു എന്ന് പറയാൻ അവർ തയ്യാറല്ല. കാരണം ഇതൊക്കെ അവരുടെ ജീവിത ഉപാധികളാണ്, യാതൊരു സംശയവുമില്ല. ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മക്കളെ ഇന്ന് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ വിടുന്നത് പോലെ ബൈബിൾ കോളേജുകളിലേക്ക് അവർ തിയോളജിയിൽ ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവും നേടാൻ വേണ്ടി അവരെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ. എന്തിനാ? അവർക്ക് അവരുടെ ഭാവി അതിൽ സുരക്ഷിതമാകും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഇപ്രകാരമുള്ള ഒരു സംരംഭവും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയില്ല. അതിനുള്ള ഒരു പരിശ്രമവുമല്ല. നിങ്ങളുടെ മുൻപിലേക്ക് ദൈവത്തിന്റെ വചനം, സത്യവചനം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ് എനിക്കും എൻ്റെ കൂടെ എന്നോടൊത്ത് സഹകരിക്കുന്ന ഏതാനും ചില എൻ്റെ സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളും ഉള്ളത്. അത് മാത്രമാണ് നിങ്ങളോട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ മതത്തിന്റെ ആചാരങ്ങളാകുന്ന ആ ചരട് കൊണ്ട് ബന്ധിക്കാൻ നിങ്ങൾ ആലോചിക്കണം. ഓരോ ആചാരങ്ങളും നിങ്ങളോട് നിങ്ങളുടെ മതങ്ങൾ പറയുമ്പോഴേ ഇതിന് വേദ അടിസ്ഥാനമുണ്ടോ, വേദപുസ്തകത്തിന്റെ സപ്പോർട്ട് അതിനുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ആദ്യകാല സഭകൾ എങ്ങനെയായിരുന്നു വളർന്നു വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ ദൈവത്തിന്റെ വചനത്തെ സംബന്ധിച്ച് അത് നമുക്ക് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് അതിനെ പല വിധത്തിൽ ഉപദേശത്തിന്, ശാസനത്തിനും, ഗുണീകരണത്തിനും, നീതിയിലഭ്യാസനത്തിനും ഈ വചനം പ്രയോജനപ്പെടുന്നു. അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം നിങ്ങൾ പഠിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു മതത്തിന്റെയും ആചാരങ്ങളുമായി ബന്ധപ്പെടേണ്ട കാര്യമുണ്ടാകുകയില്ല. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാ? നിങ്ങൾക്ക് ഒരു സഭയുടെ അംഗമായെങ്കിൽ മാത്രമേ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ബന്ധിക്കുന്ന ആദ്യത്തെ ബന്ധനം ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് സ്നാനമാണ്. നോക്കുക, സ്നാനം അത് ക്രിസ്തു ഉപദേശിച്ച. പക്ഷെ ഇന്നത്തെ സ്നാനം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ എപ്പിസ്കോപ്പൽ സഭകളുടെ സ്നാനം എന്ന് പറയുന്നത് അത് ശിശു സ്നാനമാണ്. അപ്പൊ അതൊരിക്കലും ക്രിസ്തു ഉപദേശിച്ച സ്നാനത്തിലേക്കല്ല. മറ്റൊന്ന്, ഈ സ്നാനം നടത്തുന്നവൻ അടുത്തത് അവനെ സഭയുമായി ബന്ധിക്കുന്നത് അവന്റെ വിവാഹമാണ്. നമ്മൾ ആലോചിക്കുക, അത് നവീകരണ സഭകളിലാണെങ്കിലും സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയെ ആ സഭകളിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഒരു ഉപദേശിമാരും പാസ്റ്റർമാരും തയ്യാറാകുകയില്ല. ഇത് തന്നെയാ എപ്പിസ്കോപ്പൽ സഭകളുടെയും സ്വഭാവം. അവൻ ആദ്യമേ എന്ത് ചെയ്യണം? 28ാമത്തെ ദിവസം അവനെ ശിശുമോമീദീസ വഴി അവനെ ഒരു ക്രിസ്ത്യാനിയാക്കണം. എന്നിട്ടോ അതിനുശേഷം അവന്റെ കുർബാന സ്വീകരിക്കണം. അപ്പൊ വിവാഹം നടത്തി കൊടുക്കണമെങ്കിൽ എന്തു വേണം? അവൻ കുർബാന സ്വീകരിച്ച് അവൻ വേദപാഠങ്ങളൊക്കെ പഠിച്ച് അവൻ സഭയുടെ ഒരു അംഗമാണ് എന്ന് പ്രഖ്യാപിച്ച് ഒക്കെ വന്നെങ്കിലേ അവന് വിവാഹം നടത്തി കൊടുക്കുകയുള്ളൂ. നമുക്ക് അപ്പൊ വിവാഹമാണ് മനുഷ്യനെ സഭയോട് ബന്ധിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ചരടത. ഞാൻ ചോദിക്കട്ടെ, ഈ കാലത്ത് വിവാഹം ഇതൊരു കൂദാശയായിട്ടാ ഇവിടുത്തെ പുരോഹിത സഭകൾ, പൗരോഹിത്യ സഭകൾ കാണുന്നത്? ഇതൊരു കൂദാശയാ. ഈ കൂദാശയ്ക്ക് എന്ത് അർത്ഥമുണ്ട്? നാം നോക്കുക, ഇന്ന് ഏറെ ഈ കാലഘട്ടത്തിൽ വിവാഹമോചനം എന്നുള്ളത് ഓരോ ദിവസവും വിവാഹം കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ വിവാഹമോചിതരാകുന്നവരുടെ എണ്ണമായി ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനി വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർ പുരോഹിതന്റെ കൂദാശ കൊണ്ട് അവർ വാഴ്ത്തുന്ന മാലകളും കുരിശും അവർ വാഴ്ത്തിക്കൊടുക്കുന്ന ആ മോതിരവും അണിഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൈവീകമായ അംഗീകാരമുള്ള ഒരു ശുശ്രൂഷയായി മാറും എന്ന് എന്ത് ഉറപ്പതിനുണ്ട്?
എങ്കിൽ എങ്ങനെയാണ് ഇന്ന് ഇത്രയേറെ വിവാഹമോചനങ്ങൾ ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടാകുന്നത്? അപ്പൊ ഇവരുടെ കൂദാശയിൽ കൂടെ ഇവര് നിങ്ങൾ സഭയുമായി ഒരു അംഗത്തെ ബന്ധിക്കാനുള്ള, അതെ കെട്ടിയിടാനുള്ള ഒരു വഴിയായിട്ടാണ്. എങ്ങനെ വരൻ വധുവിന്റെ കഴുത്തിൽ താലി ചാർത്തി അവളെ ഒരു അടിമയാക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെയാണ് വിവാഹം എന്ന കൂദാശയിൽ കൂടെ ഇവരെ അടിമകളാക്കാൻ ശ്രമിക്കുന്ന പുരോഹിത വർഗമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രിയമുള്ളവരെ, ഈ കാലത്ത് ഏത് കൂദാശ നടത്തി വിവാഹം കഴിച്ചാലും ആ വിവാഹത്തിന് ഇവിടുത്തെ ജനന മരണ രജിസ്ട്രാറുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഒരു വിവാഹ രജിസ്റ്ററിൽ നിങ്ങൾ വിവാഹ രജിസ്ട്രേഷൻ നിങ്ങൾ നിയമപരമായി നടത്തിയിരിക്കണം. അപ്പോൾ ഈ മതങ്ങളിൽ ഒന്നും നിങ്ങളുടെ വിവാഹം നടത്തുന്നില്ല എങ്കിലും നിങ്ങൾക്കിന്ന് വിവാഹം നടത്താൻ ഇവിടെ രജിസ്റ്റർ ഓഫീസുകൾ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ബന്ധനം എന്ന് പറയുന്നത് മരണമാണ്. മരിച്ചു കഴിഞ്ഞാൽ അടക്കണ്ടേ, ശവം അടക്കണ്ടേ? ഇവൻ ഇപ്രകാരം അവൻ മരിക്കാൻ കിടക്കുമ്പോൾ അച്ഛൻ വന്ന് തലച്ചു പിടിച്ച് അവർക്ക് വേണ്ട എല്ലാ അന്ത്യകൂദാശകളും നൽകി അതിനു മുമ്പ് അവൻ കുർബാനയും കുമ്പസാരവും സ്വീകരിച്ചവനാണെന്നുള്ള ഉറപ്പ് വരുത്തി എങ്കിൽ മാത്രമേ അവനെ സഭയുടെ വിധിപ്രകാരം അവന്റെ ശവസംസ്കാരം നടക്കുകയുള്ളൂ. നിങ്ങൾ നോക്കുക, ഇപ്രകാരം ഒരു പുരോഹിതന്റെ ശുശ്രൂഷകൾ എവിടെയാ? വേദപുസ്തകത്തിൽ എവിടെയാ ശവസംസ്കാരത്തിന് ഇപ്രകാരം ഒരു പുരോഹിതന്റെ ശുശ്രൂഷ ആവശ്യമാണെന്ന് അനുശാസിക്കുന്നത്? എവിടെയാ? നമ്മൾ ആലോചിക്കുക. ഈ പുരോഹിതന്റെ ശുശ്രൂഷ, മരണാനന്തര ശുശ്രൂഷകൾ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ഇത് നരകത്തിൽ നിന്നോ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നോ ഒരുവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണെങ്കിൽ അവൻ ഈ ആയുസ്സിൽ എങ്ങനെ നടന്നാലെന്നാ? മരണാനന്തരം നടത്തുന്ന ക്രിയകൾ പോലെ അവനെ നരകത്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുപോകുവാൻ. അപ്പൊ അത് സാധിക്കുകയില്ല എന്നുള്ളത് സ്പഷ്ടമല്ലേ? നമ്മൾ നോക്കുക, 50 വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടുകിട്ടിയ ഒരു മൃതശരീരത്തിന്മേൽ കൂദാശകൾ നടത്തുന്ന ഒരു ശുശ്രൂഷ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാരതത്തിന്റെ അതിർത്തിയിൽ മഞ്ഞുമലകൾക്കിടയിൽ മരണപ്പെട്ടുപോയ ഒരു ജവാന്റെ മൃതശരീരം കണ്ടുകിട്ടി. ആ ശരീരത്തിൽ കൊണ്ടുവന്നിട്ട് സൈത്ത് പൂശി ആ ശരീരത്തിൽ മരണാനന്തര ക്രിയകൾ അനുഷ്ഠിക്കുന്ന പുരോഹിതൻ, ഇവർക്ക് ലജ്ജയില്ലേ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഈ 50 വർഷക്കാലം ഈ വ്യക്തിയുടെ ആത്മാവ് എവിടെ അലഞ്ഞു നടന്നു എന്ന് ചോദിക്കാൻ ഈ ആത്മായർ തയ്യാറാകണം. പ്രിയമുള്ളവരെ, ഇതാണ് ഇങ്ങനെ. അപ്പം ഈ പറയുന്ന മരണാനന്തര ശുശ്രൂഷകൾ നടത്തുന്നില്ല എങ്കിൽ അവനെ പള്ളിയുടെ ശവക്കോട്ടയിൽ അടക്കുകയില്ല. എന്തിനാ? ഇവിടെ നാം നോക്കുക, ഇവിടെ പൊതു ശ്മശാനങ്ങളുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കണമോ വേണ്ടയോ എന്നുള്ളത് ആ വ്യക്തിയുടെ ഇഷ്ടമുള്ള കാര്യമല്ല. ആ വ്യക്തി അടക്കിയാലും ഇല്ലെങ്കിലും ആ വ്യക്തിക്ക് ഇനി ഒന്നും ഉണ്ടാകാനില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അടക്കിയാൽ മതി. അതിനടക്കാൻ ഇന്ന് പൊതു ശ്മശാനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നാം താമസിക്കുന്ന ഇന്നത്തെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ എന്താ ചെയ്യുന്നത്? അവരുടെ പുരയിടത്തിൽ തന്നെയാണ് ഈ ശവസംസ്കാരം നടത്തുന്നത്. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അവരുടെ പുരയിടത്തിൽ ഈ ശവസംസ്കാരം നടത്തിക്കൂടാ? എന്റെ പുരയിടത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അപ്രകാരം ചെയ്യാൻ, അപ്പം വിവാഹത്തെ കുറിച്ചോ ഈ ഇപ്രകാരമുള്ള ശവസംസ്കാരത്തെ കുറിച്ചോ ഈ കാലഘട്ടത്തിൽ ആശങ്കയ്ക്ക് ഒരു ഇടവും വേണ്ട. അപ്പൊ ഇത് നിങ്ങളെ ബന്ധിക്കുന്ന ചരടായി തീരേണ്ട ആവശ്യവുമില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചില കാര്യങ്ങൾ. മറ്റത് ഇനി മുഖ്യമായും ഞാൻ കടന്നു വരുന്നത് കുർബാന എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. പൗരോഹിത്യം, ഈ പൗരോഹിത്യം വേദാനുസരണമാണോ എന്നുള്ളത് നാം ചിന്തിക്കണം, പരിശോധിക്കണം. അപ്പൊ അത് ഞാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. എന്നാൽ ഇനി പുരോഹിതന്മാർ നടത്തുന്ന കുർബാന, അതിനവരിട്ടിരിക്കുന്ന പേര് വിശുദ്ധ കുർബാന എന്ന്. നമ്മൾ നോക്കുക, എന്താ കുർബാനയുടെ ആധാരം? എന്താ കുർബാനയിൽ ഇവർ ചെയ്യുന്നത്? ഇത് ക്രിസ്തുയേശുവിന്റെ മരണം. ക്രിസ്തുയേശു അവന്റെ അന്ത്യ സമയത്ത് അവൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കർമ്മമുണ്ട്. അത് മറ്റൊന്നുമില്ല. അവന് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവൻ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എന്റെ ശരീരമാണ് എന്ന് പറഞ്ഞു. നമുക്ക് 4 സുവിശേഷങ്ങളിലും കാണാൻ സാധിക്കും. അതിനുശേഷം കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവൻ എന്ത് ചെയ്തു? പിന്നീട് അവൻ പാനപാത്രം എടുത്തു, അതും സ്തോത്രം ചൊല്ലി വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത് ഭക്ഷിക്കുക,
ഇത് പാനം ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇപ്രകാരം ഉള്ള ക്രിസ്തു കൊടുത്ത ഒരു കർമ്മം, അതിനെ ഇന്ന് കുർബാന എന്ന പേരിട്ടുകൊണ്ട് അത് ക്രിസ്തുവിന്റെ മരണത്തെ, ക്രിസ്തുവിന്റെ ശരീരത്തെയും അവന്റെ രക്തം അവന്റെ ജീവനെയും കാണിക്കുന്നു. അത് പാപപരിഹാരത്തിന് പോരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ അങ്ങേയറ്റം മനുഷ്യനെ പാപികളാക്കുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? തീർച്ചയായും എനിക്ക് ക്രിസ്തു നടത്തിയ യാഗത്തെക്കുറിച്ച്, ബലികളെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് അത് എന്താണ് എന്നുള്ളത് എബ്രായ ലേഖനം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിൽ ഏതാനും ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല. അതവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ സൂചിപ്പിക്കുന്നു. അപ്പൊ പഴയ നിയമകാലത്ത് അഹരോന്യ പൗരോഹിത്യത്തിൽ ചെയ്തിരുന്ന ഒരു ബലി, ഒരു മഹാപാപപരിഹാര ബലി എന്ന ഒരു ബലിയെ കുറിച്ചാണ് പറയുന്നത്. ഇനി താഴേക്ക് വരുമ്പോഴേ അതിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്: ക്രിസ്തുവോ വരാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചത്, തന്റെ രക്തം, തന്റെ ജീവൻ അവിടെ ഒരു ബലിയായി നൽകിയത് മനുഷ്യവർഗത്തിന് വേണ്ടി ഒരു പാപപരിഹാര ബലി, എന്നേക്കും പോരുന്ന ഒരു പാപപരിഹാര ബലിയായി നടത്താനാണ്. അതാ നമുക്ക് കാണുന്നത്. തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. അങ്ങനെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ക്രിസ്തുവിന്റെ മരണം കൊണ്ട് സാധിച്ചു കഴിഞ്ഞുവെങ്കിൽ വീണ്ടും ആ ക്രിസ്തുവിനെ നാം ഓരോ ദിവസവും പല തവണയായി നാം എന്തിനു ബലി ചെയ്യുന്നു, നാം എന്തിന് അവന്റെ ശരീരം വീണ്ടും കീറി മുറിച്ച് അവന്റെ രക്തം പാനം ചെയ്യുന്നു, അവന്റെ ആ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുന്നു. അപ്പോ ഈ വാക്യത്തെ ഈ പുരോഹിതർ കാണുന്നില്ലേ? നോക്കുക. എന്നിട്ടോ, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ഈ ശരീരയാഗം, ആ യാഗം നമ്മെ എല്ലാ നമ്മുടെ അശുദ്ധികളിൽ നിന്നും വിടുവിക്കുവാൻ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പൊ എല്ലാ ജഡത്തിന്റെ നിർജീവ പ്രവർത്തികളെ പോക്കി ശുദ്ധീകരിക്കാൻ ഈ ഒരൊറ്റ യാഗം മതി പ്രിയമുള്ളവരെ. വീണ്ടും അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനത്തിനുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. നോക്കുക, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുക്രിസ്തു. ഇന്ന് സഭ പ്രതിഷ്ഠിക്കുന്ന ഈ 100 മധ്യസ്ഥന്മാർ, അതൊന്നും വേദപുസ്തകം അനുശാസിക്കുന്ന മധ്യസ്ഥന്മാരല്ല.
ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ നമുക്കുണ്ടെന്നാ പൗലോസ് പറയുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനാം ക്രിസ്തുവേശു. ഇനി വീണ്ടും പറയാം, 22-ാം വാക്യം, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. ഇത് പൗലോസിന്റെ എന്ന് വിശ്വസിക്കപ്പെടുന്ന ലേഖനത്തിൽ നാം കാണുന്ന വാക്യമായത്. അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെ ആയാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നിട്ടോ, എന്നാൽ അവൻ ലോകാവസാനത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു യുഗത്തെ സംബന്ധിച്ച, അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. എന്താ ക്രിസ്തു ചെയ്യുന്നത്? അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇപ്പൊ വീണ്ടും വീണ്ടും അല്ല, അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തന്നെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. നോക്കുക, ഇവർ കുർബാനയ്ക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ബലിയെ കുറിച്ചായി പറയുന്നത്. നിങ്ങൾ നോക്കുക, ഇനി വീണ്ടും 10-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം എങ്ങനെയാ? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കൊരുക്കിയിരിക്കുന്നു എന്നാ പറയുന്നത്. എന്നിട്ട് അതിന്റെ 10-ാം വാക്യം പറയാ, 10-ന്റെ, ആ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും ഒരു നാളും പാപങ്ങളെ പരിഹരിപ്പാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. നോക്കുക, പുരോഹിതൻ കഴിക്കുന്ന ഒരു യാഗങ്ങൾക്കും നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുകയില്ല എന്ന് വളരെ സ്പഷ്ടമായി പറയുക. അപ്പൊ അഹരോന്യ പൗരോഹിത്യത്തിൽ ദൈവം നിയമിച്ചു കൊടുത്ത ആ യാഗങ്ങളുണ്ട്. അവയൊക്കെ വെറും നിഴലുകൾ മാത്രമായിരുന്നു. ന്യായപ്രമാണം വരുവാനിരിക്കുന്ന നന്മകളുടെ നിഴലാണെന്നാ പറയുന്നത്. അവയ്ക്കൊന്നും മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ദൈവം താൻ നിയമിച്ചു കൊടുത്ത ആ പ്രമാണങ്ങൾക്ക് പോലും സാധിക്കുന്നില്ല. അത് വെറും നിഴലുകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ യാതൊരു അനുമതികളുമില്ലാതെ ഇന്നത്തെ പുരോഹിത വർഗം നടത്തുന്ന ഈ പാപപരിഹാര ബലികൾക്ക്, കുർബാന എന്ന പേരിട്ട് നടത്തുന്ന ഈ ബലികൾക്ക് എങ്ങനെ പാപത്തെ പരിഹരിക്കാൻ സാധിക്കും? പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് അപ്പൊ ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. എന്നിട്ടോ, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. നോക്കുക, യേശുവോ ഏകയാഗം കഴിച്ചിട്ട്, അപ്പൊ സകല മനുഷ്യനെയും പാപത്തിന്റെ ആദാമ്യമായിരിക്കുന്ന പാപത്തിന്റെ ആ ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുവാൻ ക്രിസ്തുവിന്റെ ഈ ഏകയാഗം മതി. നമ്മൾ കേട്ടിട്ടില്ലേ, ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന്. ഇപ്പൊ നമ്മുടെ സഹകരണ സംഘങ്ങളിൽ അല്ലെങ്കിൽ ബാങ്കുകളിലൊക്കെ ലോൺ എടുക്കുന്നവരെ വിളിച്ചു പറയും,
ഒരൊറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആരംഭിക്കാൻ പോവാ, നിങ്ങൾ വന്ന് തീർത്തോ എന്ന് പറഞ്ഞതുപോലെയാണ്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാ ദൈവം ഇവിടെ ആവിഷ്കരിച്ചത്. അല്ലാതെ അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ വീണ്ടും വീണ്ടും പാപം ചെയ്യാനുള്ള അനുമതി നൽകുന്ന ഒന്നല്ല ക്രിസ്തുവിന്റെ യാഗം. ഇന്ന് പുരോഹിതന്മാർ നടത്തുന്ന കുർബാനകൾ, അപ്പൊ അതിനു മുമ്പൊന്ന് കുമ്പസാരിക്കണം. ആ കുമ്പസാരിച്ച് കുർബാന കൊണ്ടു കഴിഞ്ഞാൽ ഏത് പാപവും നിനക്ക് ചെയ്യാം. പുരോഹിതനത് കുർബാനയിൽ കുമ്പസാരത്തിൽ അത് കഴുകിക്കളയും. ഇതിനെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് ഞാൻ പിന്നാലെ താഴെ തന്നെ ചിന്തിക്കാം. വീണ്ടും ഈ 10-ാം അധ്യായത്തിന്റെ തന്നെ 17-ാം വാക്യം പറയാം, അവരുടെ പാവങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല, എന്നാൽ ഇവയുടെ മോചനമുള്ളയിടത്തിനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. നോക്കുക, ദൈവത്തിന്റെ വചനം, ഈ ദൈവത്തിന്റെ വചനത്തെ എടുത്തിട്ടാ ഇന്ന് ഇന്നത്തെ ചില പാസ്റ്റർമാര് സോഷ്യൽ മീഡിയയിൽ നിരന്തരം അവരുടെ ധനാഗമ മാർഗമായിട്ട് പലതും പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അതുപോലെ ഇപ്പൊ ചില പുരോഹിതന്മാർ ഇറങ്ങിയിട്ടുണ്ട്, വേദപുസ്തകം എടുത്ത് ചങ്കത്ത് അടുക്കി പിടിച്ചുകൊണ്ട്. അവർ എന്ത് ദൈവത്തിന്റെ വചനത്തോട് അവരെന്ത് നീതി പുലർത്തുന്നു. അവരുടെ ലോഹ ഊരി കളഞ്ഞിട്ട് വേണം അവർ ദൈവവചനം എടുത്ത് പ്രസംഗിക്കാൻ. കാരണം അവരുടെ പൂർവികന്മാർ ചവിട്ടി തേച്ച് കളഞ്ഞ ഒരു പുസ്തകമാണ് വേദപുസ്തകം. ഇന്ന് അവർക്ക് ഹല്ലേലൂയയും സ്തോത്രവും അവരുടെ വായിൽ നിന്ന് വരുവുള്ളൂ. ഒരു കാലത്ത് ഹല്ലേലൂയയും സ്തോത്രവും പറയുന്നവരെ ഈ നവീകരണ പ്രസ്ഥാന സഭകൾ, അവർ ഹല്ലേലൂയയും സ്തോത്രവും പറയും. അതിനെ അവഹേളിച്ചിരുന്ന ഈ പുരോഹിത വർഗം ഇന്ന് ഹല്ലേലൂയയും സ്തോത്രവും ഇല്ലാതെ അവർക്കൊരു വാക്യമില്ല, ഒരു വാചകമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, വന്ന ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ക്രിസ്തു അർപ്പിച്ച ആ ബലിയുടെ ആ ചിത്രം. ഇതാ നമുക്ക് ആ ചിത്രമല്ല, അതിന്റെ വസ്തുത ഇതാണ്. അപ്പൊ ഒരിക്കലും ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ക്രൂശിക്കേണ്ട ആവശ്യമില്ല എന്ന് അപ്പോസ്തലൻ നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. എന്നിട്ടോ ഇന്ന് എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ നോക്കുക, കുർബാന അപ്പം ഇത് പുരോഹിതനെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുന്ന പറഞ്ഞ്. പുരോഹിതൻ നുറുക്കണുണ്ടോ? നിങ്ങൾ ഈ കുർബാന സ്വീകരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ക്രിസ്തുവിന്റെ നുറുക്കപ്പെടുന്ന ശരീരമാണെന്ന് പറഞ്ഞ് ഈ പുരോഹിതൻ ഒരു ചെറിയ കഷണം എടുത്ത് അവരുടെ നാവിൽ വെക്കുമ്പോൾ ഇത് പുരോഹിതൻ നുറുക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് ഏതെങ്കിലും കുടിൽ വ്യവസായികളെ കൊണ്ട് അല്ലെങ്കിൽ സഭയിലുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കുർബാന അപ്പം ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് കൊടുത്തേക്കുക. അവരായി അപ്പം ഉണ്ടാക്കുന്നത്. ഈ പുരോഹിതൻ ഇത് നുറുക്കുന്നില്ല. ഇനി പുരോഹിതൻ നുറുക്കണമെന്ന് എന്താ നിർബന്ധം? എവിടെയാ പറഞ്ഞിരിക്കുന്നത്? പൗലോസപ്പോസ്തലൻ പറഞ്ഞത് എന്താ? ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ. അപ്പൊ ഇവിടെ ഒരു പുരോഹിതനും ഇപ്രകാരം നുറുക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ പുരോഹിതന്റെ പൗരോഹിത്യം ഉറപ്പാക്കാൻ ഇങ്ങനെയുള്ള ഒരു കൂദാശ വേണം. അപ്പൊ പുരോഹിതന്റെ കൈകൊണ്ട് ഇത് കൊടുത്താൽ ഇത് വിശുദ്ധമാണ്. എന്തുകൊണ്ടാ? പുരോഹിതൻ ഒരു വാക്ക് ചൊല്ലിയാൽ, ഒരു ലത്തീൻ പദം ഉച്ചരിച്ചു കഴിയുമ്പോൾ എന്തു പറയുന്നു? ഈ അപ്പവീഞ്ഞുകൾ ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായി മാറുന്നു എന്ന് അവര് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ ചിന്തിക്കണം. ഇവർ നമ്മെ പൊട്ടന്മാരാക്കുക. എത്രയോ ഇന്ന് ഈ ലോകത്ത് നമുക്ക് ചുറ്റും എത്രയോ കബളിപ്പിക്കൽ പ്രസ്ഥാനങ്ങളുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി രൂപമാറ്റം വരുത്തിക്കൊണ്ട് കബളിപ്പിക്കൽ പ്രസ്ഥാനങ്ങളാണ്. ഇതുപോലെയുള്ള കബളിപ്പിക്കൽ പ്രസ്ഥാനങ്ങളാ ഈ സഭകൾ നടത്തുന്നത്. നമുക്ക് കാണാൻ മനസ്സിലാക്കണം. അപ്പൊ പുരോഹിതൻ ഒരു ലത്തീൻ പദം ഉച്ചരിച്ച് ഈ അപ്പം എടുത്തു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നു. വസ്തുമാറ്റം. ഇനി ഈ കുർബാന എന്നാ സഭയിൽ വന്നത് നിങ്ങൾക്കറിയാമോ? ഈ കുംഭസാരം ആരംഭിച്ചതാ AD 1213. അതുവരെ സഭയിൽ കുംഭസാരം ഇല്ലായിരുന്നു. അത് ഈ അപ്പവീഞ്ഞുകൾ ഒരു പദാർത്ഥമാറ്റം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അത് 1215 ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. സഭ പ്രഖ്യാപിച്ചത് ഈ അപ്പവീഞ്ഞുകൾക്ക് വസ്തുമാറ്റം ഉണ്ടാകുന്നു, അത് ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന് സഭ പ്രഖ്യാപിച്ചത് 1215. നിങ്ങൾ നോക്കുക. ഇങ്ങനെ കൂദാശകളുടെ കുർബാന ബലിയാക്കി മാറ്റിയത്
AD 996 പ്രിയമുള്ളവരെ കുർബാന ഒരു ബലിയർപ്പണമാക്കി അത് മാറ്റിയത്. അത് നാം മനസ്സിലാക്കണം. ഇങ്ങനെ വലിയ ലിസ്റ്റ് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. അപ്പൊ കുർബാന അതുവരെയും ഏതാണ്ട് 1000 വർഷങ്ങൾ വരെയും ഏതാണ്ട് 11ാം നൂറ്റാണ്ടിലാണ് കുർബാന ഒരു ബലിയായി സഭ അംഗീകരിച്ചത്. അതുവരെ സഭയ്ക്ക് ഇത് ബലിയല്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പുരോഹിതൻ ഇതിനെ ഇങ്ങനെ ഒരു ലത്തീൻ പദം ഉച്ചരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായി ഇത് മാറുന്നുവെങ്കിൽ, അക്ഷരീകമായി മാറുന്നുവെങ്കിൽ, അപ്പൊ ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുകയല്ലേ നിങ്ങൾ ചിന്തിക്കുക. ക്രിസ്തുവിനെ അങ്ങനെ വീണ്ടും വീണ്ടും ക്രൂശിക്കരുതെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം വിഫലമായി പോയില്ലേ? അപ്പൊ ക്രിസ്തുവിനെ നിങ്ങൾ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നത് പാപമാണെന്നല്ലേ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്? നിങ്ങൾ ചിന്തിക്കുക. ഇനി അങ്ങനെ ആയിരുന്നുവെങ്കിൽ ക്രിസ്തു ഈ അപ്പം എടുത്തു കൊടുത്തപ്പോൾ, ഈ വീഞ്ഞെടുത്ത് നൽകി എന്റെ ശരീരമാണ് എന്റെ രക്തമാണെന്ന് പറഞ്ഞപ്പോൾ അത് അക്ഷരീകമായി ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറിയിരുന്നോ? നിങ്ങൾ ചിന്തിക്കേ. അങ്ങനെ മാറിയിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാ ക്രിസ്തു അക്ഷരീകമായി ക്രൂശിക്കപ്പെട്ടത് എന്തിനാ? ഈ ക്രിസ്തു എടുത്തു കൊടുത്ത അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരമായി മാറി അതിനെ മുറിച്ചപ്പോൾ അത് അവന്റെ യാഗമായി അംഗീകരിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവം അംഗീകരിക്കുന്നുവെങ്കിൽ, പിന്നീട് എന്തിനാണ് ക്രിസ്തുവിനെ ശാരീരികമായി ക്രൂശിലേറ്റിയത്? അവന്റെ ശാരീരിക മരണം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമുണ്ട്? നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം ഒരു അർത്ഥവുമില്ലാത്ത കുറെ ആചാരങ്ങൾ കൊണ്ടുവന്നിട്ടായിട്ട് പറയുന്നത്. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുക 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ, ആ 11:28 ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അപ്പൊ ഇത് പാപപരിഹാരത്തിന് വേണ്ടി ചെയ്യാനല്ല പറയുന്നത്, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. എന്നിട്ടോ, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇനി പറയാ, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അവൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പവും ഈ രക്തവും അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യാൻ. അപ്പൊ കുംഭസാരം എന്ന് പറയുന്നത് സ്വന്തം മനസാക്ഷിയോട് ചെയ്യേണ്ടതാണ്. ഒരു പുരോഹിതന്റെയും സന്നിധിയിൽ ചെന്നിട്ട് അവന്റെ മറയ്ക്കുള്ളിൽ കടന്ന് നടത്തേണ്ട ഒന്നല്ല കുംഭസാരം. ഇത് നമ്മുടെ മനസാക്ഷിയിൽ നാം നടത്തേണ്ട ചില പ്രക്രിയകളാണ്. ഇതിനെക്കുറിച്ച് പല വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട്. മനുഷ്യന്റെ എന്തൊക്കെയാ അവന്റെ വിചാരങ്ങൾ, ചിന്തകൾ എന്നൊക്കെ. അതുകൊണ്ട് ഇവിടെ ഈ പുരോഹിതൻ ഇത് പറയുമ്പോഴേ ഒരിക്കലും ഇത് ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായി മാറുന്നില്ല എന്നുള്ള വലിയ വസ്തുത നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം മുതൽ ഇങ്ങനെയാ പറയുന്നത്. ഗലാത്യ ലേഖനം 5:16 മുതൽ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല. അപ്പോൾ ഈ പറയുന്ന ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ഓരോ വ്യക്തികളും തങ്ങളുടെ സ്വഭാവത്തിലേക്ക്, തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വയം തിരിഞ്ഞു നോക്കണം. തങ്ങളുടെ മനസാക്ഷിയിലേക്ക് തിരിഞ്ഞു നോക്കണം. അതാണ് നിങ്ങൾ നടത്തുന്ന ഏറ്റവും വലിയ കുംഭസാരം. അല്ലാതെ ഒരുവന്റെയും മുമ്പിൽ പോയി
നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാൻ ഒരു ദൈവവചനവും നമ്മോട് പറയുന്നില്ല പ്രിയമുള്ളവരെ. അപ്പൊ കുമ്പസാരം, കുർബാന എന്നുള്ളത് തീർച്ചയായും നിങ്ങളെ ഈ സഭകളുടെ ബന്ധനത്തിലാക്കുവാൻ വേണ്ടി കരുതുന്ന ഒന്ന് തന്നെയാണ്. ഈ പാപം രണ്ടാ, ജന്മപാപവും കർമ്മപാപവും. ഞാൻ പറഞ്ഞു, ഈ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ ജന്മപാപങ്ങൾക്ക് വേണ്ടി, ആദാമിൽ കൂടെ വന്ന പാപത്തിന് പരിഹാരമായിട്ടാണ്. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ നാം മനുഷ്യ പ്രകൃതിയിലുള്ളവരാ, നമ്മുടെ ജീവിതത്തിൽ പോരായ്മ. അത് തന്നെയാണ് ഇപ്പൊ വായിച്ച ഭാഗം പറയുന്നത്, ഗലാത്യലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ. അപ്പൊ അതിനുള്ള പരിഹാരം ഇങ്ങനെയുള്ള കുർബാനയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കർമ്മപാപത്തിനുള്ള പരിഹാരമാണോ ഈ കുർബാന? എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ കൊന്ത ചൊല്ലുന്നത്, ജപമാല ചൊല്ലുന്നത്, നൊവേന അർപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈ 50 നോമ്പും 3 നോമ്പുകൾ നോക്കുന്നത്? ഇതൊക്കെ കർമ്മപാപത്തിന് പരിഹാരമാകുമെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ദിവസേന കുർബാന കൊള്ളുന്നവരല്ലേ? ഈ കുർബാന നിങ്ങളുടെ കർമ്മപാപത്തെ പരിഹരിക്കാൻ പോരുന്നതാണെങ്കിൽ പിന്നെ നേർച്ച കാഴ്ചകളുമായി നിങ്ങൾ എന്തിനാ വിശുദ്ധന്മാരുടെ കല്ലറകളിലേക്ക് കാൽനടയായും അല്ലാതെയും കടന്നു ചെല്ലുന്നത്? കുരിശിന്റെ വഴി എന്ന് പറഞ്ഞിട്ട് 14 കുരിശിന്റെ വഴികൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ 14 പാപങ്ങൾ മായ്ക്കപ്പെടുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം സമ്മതിക്കുന്നു, നിങ്ങൾ കൊടുക്കുന്ന ഈ കുർബാനയ്ക്ക് മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ സാധിക്കയില്ല. പിന്നെയോ അവനെ നിങ്ങളുടെ ബന്ധനത്തിൽ നിങ്ങൾക്ക് അടിമയാക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ഈ സഭയുടെ ആചാരങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്, ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം. അപ്പൊ ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം. അപ്പൊ മൂഢന്മാരായിരിക്കുന്ന മനുഷ്യർക്ക് അത് ആചാരമായി മാറ്റിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെക്കുറിച്ച് ഇനിയും എനിക്ക് വളരെയേറെ പറയാനുണ്ട്. സമയം നീണ്ടു പോകുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക്, എന്റെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു സമയം ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായി പ്രവേശിക്കുന്നില്ല. ഞാൻ ഈ അടുത്ത ദിവസം അതിന്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. അത് പൗരോഹിത്യം എന്നുള്ള വിഷയമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഈ പൗരോഹിത്യത്തിനെ എന്തുമാത്രം വേദാനുസരണമാണ് ക്രിസ്തു മതത്തിൽ. ക്രിസ്തു എന്ന മഹാപുരോഹിതനപ്പുറം മറ്റൊരു മഹാപുരോഹിതനെ പ്രതിഷ്ഠിക്കാൻ, അവരോധിക്കാൻ ഏത് വേദഭാഗമാണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത്, അതിന് നിങ്ങൾക്ക് അനുവാദം നൽകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ എന്തായിത്തീരണം. ഈ അരയന്നത്തെ കുറിച്ചൊരു കഥയുണ്ട്. എന്താ ഈ അരയന്നം? നാം വെള്ളവും പാലും ചേർത്ത് ഒരു പാത്രത്തിൽ വെച്ച് ഒരു അരയന്നത്തിനും കൊടുക്കുന്നു, ഒരു സാധാരണ കൊക്കിനും കൊടുക്കുന്നു. ഈ അരയന്നം അതിലെ പാല് മാത്രം കുടിക്കും. അതാണ് അരയന്നത്തിന്. വെള്ളം അവിടെ അവശേഷിക്കും. എന്നാൽ കൊക്ക് ഇത് വെള്ളവും പാലും ചേർത്ത് കുടിക്കും. ഇതാണ് കൊക്ക്. അപ്പൊ അരയന്നവും കൊക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, നമുക്കൊരു അരയന്നമാകണമോ അതോ സാധാരണ ഒരു കൊക്കായി ജീവിച്ചാൽ മതിയോ എന്ന് തീരുമാനിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഉപദേശങ്ങളിലും ആചാരങ്ങളിലും അതിനെ ദൈവത്തിന്റെ വചനം ഏതാണെന്നും ദൈവവചനം ഉപദേശിക്കുന്ന ഏത് ആചാരമാണെന്നും വേർതിരിച്ചെടുത്ത് നിങ്ങളുടെ ജീവിതത്തിന് വിശുദ്ധിയും, നിങ്ങൾ ഒരു ക്രിസ്തു മതാനുയായിയായി പേരിൽ നടക്കുന്നതാണോ അതോ ക്രിസ്തുവിന് വേണ്ടി മരണം വരെ വിശ്വസ്തയോടെ ജീവിക്കുന്നതാണോ നിങ്ങൾക്ക് ആവശ്യം? നിത്യജീവന്റെ വാഗ്ദാനം ക്രിസ്തുവിന്റെ പക്കൽ മാത്രമാണുള്ളത്. ആ നിത്യജീവൻ കൈവരിക്കാൻ വേണ്ടി, അവകാശപ്പെടുത്തുവാൻ വേണ്ടി ഒരു സാധാരണ കൊക്കായി ജീവിച്ചാൽ മതിയോ അതോ ഒരു അരയന്നമായി ജീവിക്കണമോ? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടാളികളായിക്കൊണ്ട്, പങ്കാളികളായിക്കൊണ്ട്. ഇന്ന് അനേകം നവീകരണ പ്രസ്ഥാനങ്ങളും പറയും, ഇതെല്ലാം ക്രിസ്തുവിനെ അനുകരിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും കൈവരുമെന്നാ പറയുന്നത്. അത് അവരുടെ പണസമ്പാദത്തിനുള്ള മാർഗമാണ്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടാനുഭവങ്ങൾ സഹിച്ചുകൊണ്ട് ജീവപര്യന്തം വിശ്വസ്തയോടെ നിങ്ങൾക്ക് മരണപര്യന്തം ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടപ്പെട്ടവരാ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. അങ്ങനെ ആയിത്തീരാൻ തക്കവണ്ണം നിങ്ങളുടെ കണ്ണുകളെ തുറക്കാൻ എൻ്റെ ഈ വാക്കുകൾ ഉപകരിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ ചരിതാർത്ഥ ഹൃദയനായി. പ്രിയമുള്ളവരെ, വീണ്ടും ഞാൻ പറഞ്ഞു, പൗരോഹിത്യം എന്നുള്ള വിഷയം അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ
സന്നിധിയിൽ കടന്നു വരും. നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ, നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൽ നിങ്ങളുടെ എളിയ ദാസൻ ദൈവസന്നിധിയിൽ ഈ വാക്യങ്ങൾ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ,